ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമയെക്കുറിച്ചല്ല, പക്ഷേ സോഷ്യൽ മീഡിയയും യൂട്യൂബും ട്രാവൽ വ്ളോഗിങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേരായിരിക്കും ബാക്ക് പാക്കർ അരുണിമ. പുള്ളിക്കാരിയുടെ വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 2-2.5 വർഷമായിട്ട് മേജറായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും, എസ്പെഷ്യലി ആഫ്രിക്കയിലുള്ള സീരീസും കാര്യങ്ങളൊക്കെ. കാരണം അത് അങ്ങനെ എളുപ്പത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ ഡെയറിങ് ആയിട്ട് തന്നെ ആയിരിക്കണം അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിൽക്കാനും ആ യാത്രകളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ട്, നല്ല ഗട്ട്സും ഉണ്ടെങ്കിൽ ആ പരിപാടി ചെയ്യാൻ പറ്റും. തീരെ കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു തരത്തിലും തരാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് ട്രാവലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ വ്യക്തി യൂറോപ്പിലും ഇപ്പം US-ലും എത്തിയതിന് ശേഷമുള്ള ചില ഇൻസിഡൻസും സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുകയും കൂടി ചെയ്തപ്പോഴാണ് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മളെ ഒരു തോട്ടും കൂടി പറയാമെന്ന് വിചാരിച്ചത്. അപ്പം US-ലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഈ പുള്ളിക്കാരി നിന്നിട്ടുണ്ടായിരുന്നത് 2-3 ദിവസം. അവരുടെ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുകയും ന്യൂയോർക്കോ അങ്ങനെ ടൈംസ് സ്ക്വയറോ അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ കാണിക്കുകയും. ആ വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനാണ്, 4 വർഷമായിട്ടുള്ള പരിചയമുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയുള്ള പരിചയമാണ്. അപ്പോൾ US-ലെത്തുന്നതിന് വിസയൊക്കെ കിട്ടുന്ന സമയത്ത് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ ആ വീട്ടിലാണ് അവരെ ഹോസ്റ്റ് ചെയ്തത്. ഈവൻ ഇമിഗ്രേഷനിൽ വരെ ഇവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ ഒരു വ്യക്തി ഉണ്ട്, ഇവിടെ അറിയുന്ന ഒരാളാണ്, എന്താണ് ഇവരുമായിട്ടുള്ള റിലേഷൻ എന്നൊക്കെ ചോദിച്ചത്ര അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ പുള്ളിക്കാരന് ഗ്രീൻ കാർഡും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാത്രി ഇവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ അപമര്യാദയായി പെരുമാറി, അതായത് ഇങ്ങനെ ഇറങ്ങിപ്പോകണം. പുള്ളിക്കാരൻ്റെ കൊച്ചുമക്കൾ ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരൻ ഒന്നും അറിയില്ല, അവർക്ക് തന്നെ ഒരു വോയിസും ഇല്ലാത്ത ഒരു കണ്ടീഷനാണ്, അതുകൊണ്ട് ഇറങ്ങിപ്പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു സിറ്റിയോ അങ്ങനത്തെ ഒരു സ്ഥലമൊന്നുമല്ല, കുറച്ചൊരു വില്ലേജ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ വല്ലാണ്ട് രീതിയിൽ കരയുകയും പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെ കൊണ്ടുള്ള കൂടുതൽ കണ്ടക്സ്റ്റും കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ എന്താണെന്നും സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. സോ ആ ടൈമിൽ എനിക്ക് കണ്ടപ്പം തോന്നി, ഇതെന്താണ് ഇങ്ങനെ 2 ദിവസം മുന്നേയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്, നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്തു, ഭക്ഷണം വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്താണ് ഇങ്ങനെ നടന്നത്? പിന്നെ ഒരിക്കലും ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ജീവിതം എങ്ങനെയാണ്, ഇയാൾക്ക് കഷ്ടപ്പാടാണ്, അവർ ബേസ്മെൻറ്റ് പോലെയുള്ള സ്ഥലത്താണ് കിടന്നുറങ്ങുന്നത്, ഇവരുടെ മക്കൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇറങ്ങണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നിന്നാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈവൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആരെയോ അവിടെ ഒരു അൺക്ലിയർ ഇമേജ് നമുക്ക് ആരുടെയോ ഒരാളുടെ അവിടെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഹോട്ടലിൽ പോയിട്ട് താമസിച്ചു, ആരുടെ ഒരു ഹെൽപ്പ് കൊണ്ട് ഏതൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായി. ആഫ്റ്റർ ഓൾ ഈ ഒരു പേഴ്സൺ നല്ലതാണെന്നാണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു കണ്ടീഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനു മുന്നേ വളരെ വലിയ മോശപ്പെട്ട സന്ദർഭങ്ങളിലൂടെ, ഡെയറിങ് ആയിട്ടുള്ള സന്ദർഭങ്ങളിലൂടെ സഞ്ചരിച്ച ഒരാളാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിനൊന്നും ഇങ്ങനെ ആയിപ്പോണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈവൻ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരാളാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അയാളെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവരുടെ കണക്ഷനിലുള്ള മലയാളീസും കാര്യങ്ങളും ഈവൻ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും അറിയാത്ത ആൾക്കാർ വരെ ഇവരുടെ കണ്ടീഷൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ്, അങ്ങനെ വലിയൊരു ജഡ്ജ്മെൻറ്റിൽ ഇയാൾ എത്തിപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അയാൾക്ക് മോശവും ഇനിയുള്ള ജീവിതം കൂടുതൽ വിഷമകരവും ഒക്കെയാണ് ആവുക അങ്ങനെ ആയിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഫാക്ടർ ആസ് എ ഹ്യൂമൻ ആയിട്ടുള്ളൊരു സംഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യുകയും ആ ഒരു വീഡിയോ ഇവർക്ക് വേണമെങ്കിൽ ബാക്ക് പാക്കർ ആയിരുന്നെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നടന്നു, ഇങ്ങനൊരു ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് അവിടെ അധികം നിൽക്കാൻ തോന്നിയില്ല, മാറാമെന്ന് പറഞ്ഞിട്ട് മെച്വേർഡ് ആയിട്ട് അങ്ങനെ പെരുമാറാം. അവിടുന്ന് അങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് എനിക്കൊരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് തോന്നിയൊരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് തോന്നുന്നതെന്ന് വെച്ചാൽ പറയൂ. പിന്നെ അടുത്തൊരു കഥ ഉണ്ട്, എല്ലാ കഥക്കും 2 വശങ്ങൾ ഉണ്ടാവും എന്നാണല്ലോ പറയുന്നത്. അപ്പം അടുത്തൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇപ്പം ഫേസ്ബുക്കിലൂടെ ആ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിൽ നിന്നുള്ള ബാക്ക് പാക്കർ ആയിരുന്നു പുറത്തുനിന്നാണല്ലോ വീഡിയോ എടുത്തത്. അപ്പോൾ ഇവർ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മൺഡേ പോകണമെന്ന് പറഞ്ഞു, മൺഡേ ആണ് പോകണമെന്ന് പറഞ്ഞത്, വെക്കേറ്റ് ചെയ്യാൻ പറ്റുമോ,
ഡേ ആണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാൾ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ എന്തായാലും പോകും നമുക്കറിയാം. അല്ലെങ്കിൽ പോയില്ലെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ, നമ്മളെ റിലേറ്റീവ് ആണെങ്കിൽ തന്നെ ആരും അങ്ങനെ പറയാൻ പോകുന്നില്ല. എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാനോ, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലില്ലെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാം. പക്ഷേ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇവരാരും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്തൊക്കെയോ കേട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അവരോട്ട് എടുത്തിട്ട് പോയി പറയാം, ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഒന്ന് പോകണേ. നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു ഗസ്റ്റായിട്ട് വേറെ രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളുടെ അടുത്ത് പോയിട്ട് പറയാൻ പോകുന്നില്ലല്ലോ, 3 ദിവസം കഴിഞ്ഞാൽ ഒന്ന് പോയി തരുമോ, ഒന്ന് തിങ്കളാഴ്ച ഒന്ന് പോയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെച്യൂർഡ് ആയിട്ടുള്ള ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ പോവുകയാണ് ചെയ്യുക. പിന്നെ അവിടെ 2 ദിവസത്തിൻ്റെ അവരെ ഗ്യാപ്പിന് വേണ്ടി നമ്മൾ ആരും എന്തായാലും പോയിട്ട് നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് അവിടുന്ന് തന്നെ അങ്ങ് ഇറങ്ങി പോവുക, അങ്ങനെയൊക്കെ സീന് ക്രിയേറ്റ് ആവുകയും ഒക്കെയാണ് ചെയ്തത്. അതിന് രാത്രി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, ഈവൻ ഇമിഗ്രേഷനിലൊക്കെ ഇവരുടെ അഡ്രസ്സാണ് കൊടുത്തത്, അങ്ങനെയൊക്കെ പറയേണ്ടായിരുന്നു. അതായത് ഈ വ്യക്തിക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുക. അപ്പോൾ ഈവൻ മോർ പ്രോബ്ലം ആയിരിക്കും അവിടേക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നതും ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു മാന്യതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവരെ വീട്ടിൽ വന്ന ഒരാളാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ തന്നെ ഈ ഒരു വ്യക്തിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് ഇവരുടെ കൊച്ചുമക്കൾ പറയുകയും അയാൾ മുഖേന ഇവരുടെ അടുത്ത് ഈ കാര്യം അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയുള്ളൊരു സംഭവം കൂടി അവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ബാക്ക് പാക്കർ അരുണിവയുടെ തന്നെ മുന്നേ ഉള്ള വ്യൂസും കാര്യങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ യൂറോപ്പ് സീരീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പം കാണാറില്ല. കാരണം പേഴ്സണലി എനിക്ക് അവിടെ പോയിട്ട് ഐഫിൽ ടവറും അല്ലെങ്കിൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ബാക്ക് പാക്കർ അരുണിമയെ പോലെയുള്ള ഒരാൾ കാണിച്ചു തരുന്നത് കാണാൻ താല്പര്യമില്ല. അവർ ഭയങ്കര ഡെയറിങ് ആയിട്ടുള്ള ട്രാവലിങ്ങും വ്യത്യസ്തമായിട്ട് ആൾക്കാർ സാധാരണ കയറി ചെല്ലാത്ത സന്ദർഭങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതൊക്കെ കാണാനാണ് എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂസിൻ്റെ 10,000, 13,000, 15,000, 7,000 ഒക്കെയാണ് വ്യൂസ് ഈവൻ യൂറോപ്പ് സീരീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായതോടുകൂടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് എപ്പോഴും പവറുണ്ട്. ചെറിയൊരു കാര്യം അവർക്ക് വലുതായി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് അത് ഗുണമായി മാറുക. കുറച്ച് കാലം കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് പൊലിപ്പിച്ചായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ തന്നെ കാണിച്ചത്. അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് 3 lakh പ്ലസ് വ്യൂസ് അത് പോയിട്ടുണ്ട്. അതിനുശേഷമുള്ള വീഡിയോ 1 lakh ആയിട്ടുണ്ട്. അതിനുശേഷം 50,000, 30,000, പിന്നെ അങ്ങനെ കുറഞ്ഞു വരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്ട് ഇങ്ങനത്തെ ഒരു വ്യൂസും കാര്യങ്ങളൊന്നും എന്തായാലും ഉണ്ടാകാൻ പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ, ഈ ഹോസ്റ്റ് ചെയ്ത ഈ വ്യക്തിക്കാരൻ ഇപ്പോൾ പല സംഭവങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ. അതിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം കൊണ്ട് ഇയാൾ ഈ വ്യക്തിയുടെ എനിമിയായി മാറിയതുപോലെയാണ്. ഒബിയസ്ലി ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവർ ഹാഫ് നേക്കഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് വ്യൂസിന്. ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ ചിന്ത. US ജീവിച്ചിട്ട് അവിടെയൊക്കെ ബീച്ചിൽ ആൾക്കാർ പോകുന്നത് വേറെ ഫുള്ള് കവർ ചെയ്തിട്ടൊന്നും അല്ലല്ലോ പോയിട്ട് ബീച്ചിലും കാര്യങ്ങളിലൊക്കെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത്, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതൊന്നും ഇയാൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇയാളുടെ ബോധം എന്താണ്? അത് ഏറ്റവും വലിയ ഐറണി, ഏറ്റവും വലിയ പാരഡി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടാണോ ഈ ഒരു വ്യക്തിയെ വീട്ടിലേക്ക് താമസിപ്പിക്കുകയും ഹോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അത് അവിടെയുള്ള ഫേസ് എന്താണ്? അപ്പോൾ അയാളുടെ റിയൽ ഫേസ് എന്താണ്? അത് ഏറ്റവും വലിയ കാര്യം. അതിനെക്കൊണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതിനെ കൊണ്ടുള്ള സംഭവം കൂടി പറയാം. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. അങ്ങനെ പറയുന്ന ഒരു സംഭവം ശരിയല്ല ഈ ഒരു വീട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ പറയണ്ടെങ്കിൽ തന്നെ ഇയാൾ മുഖേന പറയണം, എൻ്റെ മക്കൾക്ക് ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ വേറൊരാൾ വരും, അതുകൊണ്ട് നീ 2 ദിവസം കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും റൂം നോക്ക്, അങ്ങനെ ആയിരിക്കും നല്ലതെന്ന് പറയാം. ഇത് അങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോകേണ്ടത്. ഇതെല്ലാം കൂടി ചളമായി. എന്തായാലും എല്ലാവരുടെ ഭാഗത്തും ചെറിയ തെറ്റുണ്ട്. അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഓൺ ബിലോ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരും. അണ്ടിൽ ദാൻ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.